ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇതാണ് പാർട്ട് ബിയിലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യന്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. എപ്പോഴും വരുന്നൊരു ടൈപ്പാണ്. അതായത് സൈനിൻ്റെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു റിസൾട്ടിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ്. ആ റിസൾട്ട് ഞാനൊന്ന് പറയാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഓക്കെ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഈ റിസൾട്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 ഇവിടെ സൈനിൻ്റെ കൂടെ എന്താണോ വന്നിട്ടുള്ളത്, സൈനിൻ്റെ കൂടെ എന്താണെങ്കിലും 5 തീറ്റ 2 തീറ്റ 10 തീറ്റ 8 തീറ്റ എന്തും ആകാം, എന്താണോ വന്നത് അത് തന്നെ അടിയിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 1 ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. സൈനിൻ്റെ കൂടെ എന്താണോ അത് തന്നെ അടിയിലും വന്നു കഴിഞ്ഞാൽ 1 ആണ് ഉത്തരം. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. സൈനിൻ്റെ കൂടെയുള്ള സാധനം തന്നെ അടിയിലും വരണം, അത്രേ കണ്ടീഷനുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇത് വരുത്താൻ നോക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ലിമിറ്റ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് തീറ്റ ടെൻസ് ടു 0, അത് ഓക്കെ. തീറ്റ ടെൻസ് ടു 0. ഇനി സൈൻ 5 തീറ്റ ഇവിടെ മുകളിൽ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അടിയിൽ സൈൻ എന്താ പറഞ്ഞത്, സൈനിൻ്റെ കൂടെ എന്ത് കിടക്കുന്നോ അത് തന്നെ അടിയിലും വരണം അല്ലേ. അപ്പോൾ അടിയിൽ വരണമെങ്കിൽ എന്ത് അടിയിൽ വരണം, 5 തീറ്റ എന്നുള്ള ഈ ടേം അടിയിൽ വരണം. അപ്പോൾ ഇതിന് അടിയിൽ 5 തീറ്റ കിടക്കണില്ല, പകരം എന്താ ഉള്ളത്, 2 തീറ്റയാണുള്ളത് അല്ലേ. ഇനി 2 തീറ്റയ്ക്ക് എന്തെങ്കിലും കൂട്ടിക്കാണ്ട് 5 തീറ്റ ആക്കാൻ പറ്റില്ല. കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പുറത്ത് കുറക്കേണ്ടി വരും, പിന്നെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണോ കുറവുള്ളത് അതവിടെ ഗുണിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടിയിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ മുകളിലും ഗുണിക്കണം. എപ്പോഴും ഒരു ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ അടിയിലും മുകളിലും വരുന്നത് അംശവും ഛേദമുള്ളതിനാണ് ഭിന്നസംഖ്യ എന്ന് പറയുക. ഒരു ഫ്രാക്ഷണൽ നമ്പറിനെ അടിയിൽ എന്തെങ്കിലും ഗുണിച്ചാൽ ഉടനെ മുകളിലും ഗുണിക്കണം. ഓക്കെ, അപ്പോൾ അടിയിൽ ഇപ്പോൾ നമുക്ക് എന്താണ് 5 തീറ്റയിലെ 5 തീറ്റ വേണം അല്ലേ. സൈൻ 5 തീറ്റയിലെ 5 തീറ്റ വേണം. അതിൽ തീറ്റ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻറ്റു തീറ്റയാണ്. അതിൽ തീറ്റ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ തീറ്റനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ നിർത്തി. 2നെ നമ്മൾ തൽക്കാലം മാറ്റി നിർത്തുകയാണ് കേട്ടോ. ഇനി നമുക്ക് എന്തിൻ്റെ ഒരു കുറവാണ് ഇവിടെ ഉള്ളത്, 5 ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ ഒരു 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 5 തീറ്റ ആയല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അടിയിൽ എന്തെങ്കിലും ഗുണിച്ച് കഴിഞ്ഞാൽ ഉടനെ മുകളിലും ഗുണിക്കണം. അപ്പോൾ ഞാനിവിടെ മുകളിലും കൊടുത്തിട്ട് ഒരു 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ അടിയിൽ എന്ത് ഗുണിച്ചു അത് മുകളിലും ഗുണിക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ മാറ്റി വെച്ചൊരു 2 ഇല്ലേ, ഈ മാറ്റി വെച്ച 2 ഉണ്ടല്ലോ, 2 എഴുതിയിട്ടില്ല. ആ 2 അടിയിൽ തന്നെ കിടക്കണം. അപ്പോൾ ഇതിൻ്റെ എവിടെയെങ്കിലും അടിയിൽ കൊടുന്ന് എഴുതിയാൽ മതി. ഇനി തീറ്റൻ്റെ അടുത്ത് വേണമെങ്കിൽ കൊടുന്ന് എഴുതാം, അല്ലെങ്കിൽ മാറ്റി ഇങ്ങോട്ട് എഴുതാം. അടിയിലുള്ളത് അടിയിൽ തന്നെ എഴുതുക, മുകളിലുള്ളത് മുകളിൽ. അപ്പോൾ ഇനി നമുക്കതിനെന്ത് ചെയ്യുക, ഒന്ന് മാറ്റി എഴുതാം. എന്താ വരിക, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0. ഇവിടെ നോക്കൂ, സൈൻ 5 തീറ്റ അല്ലേ, സൈൻ 5 തീറ്റ ഡിവൈഡഡ് ബൈ ഇതിനെ രണ്ടിനും ഒരുമിച്ച് ചെയ്ത്. അപ്പോൾ എന്താണ്, 5 ഇൻറ്റു തീറ്റ പറഞ്ഞാൽ 5 തീറ്റയാണ് അല്ലേ. ഇനി എന്ത് ചെയ്യുന്നത്, എന്താ ബാക്കിയുള്ളത്, മുകളിൽ ഒരു 5 ഉണ്ട്, അടിയിലൊരു 2 ബാക്കിയുണ്ട് അല്ലേ. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ റിസൾട്ട് പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണ്, സൈനിൻ്റെ കൂടെ എന്തുണ്ടോ അത് തന്നെ അടിയിലും വന്നു കഴിഞ്ഞാൽ ആ ടേം ഫുള്ള് എന്താവുന്ന ഞാൻ പറഞ്ഞത് 1 ആയി പോകും അല്ലേ, 1 എന്ന് ഉത്തരമായി മാറും. അപ്പോൾ ഇതിന് പകരം എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ച് ഈ ബോക്സിലുള്ളതിന് പകരം എനിക്ക് 1 എന്ന് കൊടുത്തൂടെ, 1 എന്ന് കൊടുക്കാം. ഞാൻ 1 എന്ന് കൊടുത്തു, ഇൻറ്റു ബാക്കി എന്താ ഉള്ളത് 5/2. അപ്പോൾ നമ്മൾ ഏത് സംഖ്യനും 1 ഗുണിച്ച് കഴിഞ്ഞാലും അത് തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ എന്താ ഇതിന് ഉത്തരം കിട്ടുക, 5/2. ഇതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ. അപ്പോൾ സൈനിൻ്റെ കൂടെ എന്ത് കിടക്കുന്നു അത് തന്നെ അടിയിലും വന്നു കഴിഞ്ഞാൽ ഉത്തരം 1 ആണ്, അത് മറന്നു പോകരുത്. അപ്പോൾ ഇതേ പോലെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ല പോലെ ഓർമ്മ വേണം. പാർട്ട് സിയിലും ഇത് വരാം. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക, നല്ല പോലെ ഓർത്ത് വെക്കുക. സൈനിൻ്റെ കൂടെ എന്തുണ്ടോ അത് തന്നെ താഴെ. സൈനിൻ്റെ കൂടെ 5 ആണെങ്കിൽ താഴെ 5. സൈനിൻ്റെ കൂടെ 10 തീറ്റ ആണെങ്കിൽ 10 തീറ്റ. സൈനിൻ്റെ കൂടെ 8 ആണെങ്കിൽ 8. സൈനിൻ്റെ കൂടെ എന്ത് കിടക്കുന്നോ അത് തന്നെ അടിയിലും വന്നു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ആൻസർ എന്താണ്, 1 ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഒരു റിസൾട്ടാണ് പ്രധാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ള ഒന്ന്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് വെച്ചിട്ട് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം, 3 മാർക്ക് സ്കോർ ചെയ്യാം വളരെ പെട്ടെന്ന് കേട്ടോ. ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആൻസർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇതിന് മുന്നേ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ എന്താ, ഇനി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ പോസ് ചെയ്യാം കേട്ടോ. പോസ് ചെയ്തിട്ട് ഇത് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം
നിങ്ങൾക്കും എനിക്കും കിട്ടിയ ഉത്തരം സെയിം ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് എന്ത് ചെയ്യുന്നു, അതിവിടെ എടുത്ത് ഇതാണ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ. സൈനിൻ്റെ കൂടെ എന്ത് വന്നു, അത് തന്നെ അടിയിലും വന്ന് കഴിഞ്ഞാൽ 1 ഉത്തരം. ഓക്കെ, അത് ഈക്വൽ ടു 1. അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ ചെയ്യാൻ പോവാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈന് എന്താണ് 4 തീറ്റ ഉണ്ട്, അടിയിൽ എന്ത് ചെയ്യുന്നു തീറ്റനെ നിർത്തി അല്ലേ, ആ സംഖ്യനെ മാറ്റുക. ഓക്കെ, സംഖ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് മാറ്റി നിർത്തി, അത് നമ്മൾ പിന്നെ വേറെ എഴുതും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താണ് 4 എന്ത് ചെയ്യുന്നത് ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ 4 ആയിട്ട് ഇവിടെ ഗുണിക്കുന്നു. 4 ഇൻറ്റു തീറ്റ, അല്ലെങ്കിൽ 4 തീറ്റ എന്ന് പറഞ്ഞാലും 4 ഇൻറ്റു തീറ്റ തന്നെയാണ് കേട്ടോ. ഇംഗ്ലീഷ് ലെറ്റേഴ്സോ തീറ്റയോ പിന്നെ ആൽഫ ഇതൊക്കെ വരുമ്പോൾ അവിടെ ഇടയിൽ ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല, അത് ഗുണിക്കണം തന്നെയാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഗുണിച്ചതാണ് അടിയിൽ 4, അപ്പോൾ എന്ത് ചെയ്യണം ഉടനെ മുകളിലും 4 കൊണ്ട് ഗുണിക്കുക. ഇനി നമ്മളിവിടെ അടിയിൽ നിന്ന് മാറ്റി വെച്ചൊരു 3 ഉണ്ടല്ലോ, ആ 3നെ ഇവിടെ അടിയിൽ കൊടുന്ന് എഴുതി 4/3. അപ്പോൾ എന്ത് വരും, ഇതിൽ നോക്ക് നിങ്ങൾ എന്തായി മാറി നമ്മളുടേത്, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ഡിവൈഡഡ് ബൈ 4 തീറ്റ. ഓക്കെ, ഇൻറ്റു 4/3. ഓക്കെ, ഇനി ഇതിൽ നോക്ക് നിങ്ങൾ എന്താണ് സംഭവിച്ചത്, ഇതിൽ നമ്മളുടെ സൈനിൻ്റെ കൂടെ എന്തുള്ളോ അത് തന്നെ അടിയിലും വന്നില്ലേ, സൈൻ 4 തീറ്റ ബൈ 4 തീറ്റ, സൈൻ്റെ കൂടെ ഉള്ളത് അടിയിലും വന്നു അല്ലേ. അതേ സാധനം അടിയിൽ വന്നാൽ അതെന്തായി മാറും, ഇതൊന്നായിട്ട് മാറും, 1 എന്നാവും അല്ലേ. അതിൻ്റെ ഉത്തരം എന്താ കിട്ടുക, 1 ഗുണിക്കണം 4/3 എന്നുള്ളതിന് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ 1 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ 1 കൊണ്ട് 4/3 ഗുണിച്ചാൽ 4/3 എന്ന് ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ പോസ് ചെയ്തിട്ട് കണ്ടവർക്ക് അത് തന്നെയാണോ ഈ ആൻസർ, ഇത് തന്നെയാണോ ആൻസർ കിട്ടിയതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് നമുക്ക് പാർട്ട് സിയിലെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.